കുറച്ചു നാളുകളായി ശശി തരൂർ വാർത്തകളിൽ നിറയുന്നത് മോദി പ്രശംസയായും ഭരണപക്ഷ അനുകൂല പ്രസ്താവനകളും കോൺഗ്രസിനെ പ്രതിസന്ധിയിൽ ആക്കുന്നതിലൂടെയും ആണെങ്കിൽ ഇപ്പോൾ ശശി തരൂരിന്റെ പാർലമെന്റിലെ കേരളത്തിന് വേണ്ടിയുള്ള വാദം വാർത്തയിൽ ഇടം നേടുന്നു. ഒരു ആവശ്യം ഉന്നയിച്ച് ശശി തരൂർ ആരംഭിച്ച ചർച്ച അവസാനം കായിക മന്ത്രിയുടെ പ്രകോപനത്തിലാണ് അവസാനിച്ചത്. രാജ്യത്തെ കാലാവസ്ഥ അടിസ്ഥാനമാക്കി ക്രിക്കറ്റ് മത്സരങ്ങൾ ക്രമീകരിക്കണമെന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടുതൽ ഉൾപ്പെടുത്തണമെന്നുമാണ് ശശി തരൂർ ആവശ്യപ്പെട്ടത്. ലക്നൌവിലെ ഇക്കാന സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 4ാം ട്വന്റി മത്സരം മൂടൽമഞ്ഞിനെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതിനെക്കുറിച്ചാണ് പാർലമെന്റിൽ വാദപ്രതിവാദം ഉണ്ടായത്. ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ മത്സരങ്ങൾ നിശ്ചയിക്കുന്നതിലെ പാളിച്ചയാണ് ശശി തരൂർ ചൂണ്ടിക്കാട്ടിയത്. ഡിസംബർ മുതൽ ജനുവരി വരെ ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ കനത്ത പുകമഞ്ഞും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുന്നത് പതിവാണ്. ഇത് കണക്കിലെടുത്തു വേണം മത്സരക്രമം തീരുമാനിക്കേണ്ടതെന്ന് ശശി തരൂർ ചൂണ്ടിക്കാട്ടി. ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ചയോ കാഴ്ച പരിമിതിയോ ഇല്ലാത്ത കേരളത്തിലേക്ക് ഇത്തരം മത്സരങ്ങൾ മാറ്റിക്കൂടെ എന്ന് അദ്ദേഹം ചോദിച്ചു. ഈ മാസങ്ങളിൽ രാജ്യത്ത് തന്നെ ക്രിക്കറ്റിന് അനുയോജ്യമായ ഏറ്റവും നല്ല കാലാവസ്ഥ കേരളത്തിൽ ഉണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ചു. എന്നാൽ കേന്ദ്രമന്ത്രിയുടെ മറുപടി അനുകൂലമായിരുന്നില്ല. BCCIയുടെ റൊട്ടേഷൻ പോളിസി അനുസരിച്ച് മാത്രമേ മത്സരങ്ങൾ ക്രമീകരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. റൊട്ടേഷൻ ക്രമത്തിൽ കേരളത്തിന് അർഹമായ മത്സരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ഇനിയും ഈ രീതിയിൽ മാത്രമേ നൽകുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഡിസംബർ 15 മുതൽ ജനുവരി 15 വരെ ഉത്തരേന്ത്യയിൽ മഞ്ഞുണ്ടെന്ന കാരണത്താൽ എങ്കിൽ പിന്നെ എല്ലാ മത്സരങ്ങളും കേരളത്തിലേക്ക് തന്നെ ആക്കാമെന്ന് പരിഹാസ രൂപേണ പറഞ്ഞാണ് മന്ത്രി അവസാനിപ്പിച്ചത്. ബുധനാഴ്ച രാത്രി ലക്നൌവിൽ നടക്കേണ്ടിയിരുന്ന മത്സരം കനത്ത പുകമഞ്ഞു മൂലം ടോസ് പോലും ഇടാനാകാതെയാണ് ഉപേക്ഷിച്ചത്. രാത്രി 9:30 വരെ അമ്പയർമാർ 6 തവണ ഗ്രൗണ്ട് പരിശോധിച്ചെങ്കിലും കാഴ്ച പരിമിതി കുറവായതിനാൽ കളി വേണ്ടെന്ന് വെക്കുകയായിരുന്നു. കട്ടക്ക്, ചണ്ഡീഗഡ്, ധർമ്മശാല തുടങ്ങിയ നഗരങ്ങളിൽ ഈ സമയത്ത് കളി നിശ്ചയിച്ച BCCIയുടെ നടപടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകരുടെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ശശി തരൂരിലേക്ക് തിരികെ എത്തുമ്പോൾ അദ്ദേഹം ചില ലക്ഷ്യങ്ങളോടെയാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും ആശയങ്ങളും പലപ്പോഴും വിവാദമാകുന്നുണ്ടെങ്കിലും അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് തിരുവനന്തപുരത്തെ വോട്ടർമാരെയാണ്. തിരുവനന്തപുരത്ത് ആടിയുലയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF വോട്ടുകൾക്ക് അപ്പുറം മണ്ഡലത്തിൽ ഉയർന്നു വരുന്ന പുതിയ ചിന്താഗതിയുള്ളവരിൽ നിന്ന് വോട്ടുകൾ സമാഹരിക്കുവാൻ കോൺഗ്രസ് വിഭിന്ന സ്റ്റാൻഡ് എടുക്കണമെന്ന തിരിച്ചറിവിലാണ് ശശി തരൂർ. അതിലൂടെ വലതുപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ ലോക്സഭാ ഇലക്ഷനിൽ ചേർത്ത് നിർത്തുവാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഒരു MP എന്നതിനപ്പുറമുള്ള എല്ലാ സ്വപ്നങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചു. ഒരു എഴുത്തുകാരനായി തുടരുന്നതിനൊപ്പം രാജ്യാന്തര തലങ്ങളിൽ പ്രതിനിധിയായി പോകാൻ കഴിയുന്നതും കേന്ദ്ര കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനങ്ങൾ ലഭിക്കുന്നതും മികച്ച അവസരങ്ങളായി അദ്ദേഹം കാണുന്നു. നിലവിലെ ശശി തരൂരിന്റെ നിലപാടുകൾ പോസിറ്റീവായി നിരീക്ഷിക്കുന്നവരുടെ വിലയിരുത്തലാണിത്. ഏതായാലും ശശി തരൂരിനെ പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദം എങ്കിലും ആകുവാൻ കഴിയുമെങ്കിൽ അത് തികച്ചും സ്വീകാര്യമാണ്.